എൻ്റെ കുട്ടിക്കാലത്താണ് യാത്ര തുടങ്ങുന്നത്. കുട്ടിക്കാലത്ത് അച്ഛന് കാറുണ്ടായിരുന്നു. അപ്പോൾ ആ കാറിലാണ് ഞങ്ങളുടെ സ്കൂളിലേക്കുള്ള യാത്രയും, അല്ലെങ്കിൽ അമ്മയുടെ നാട്ടിലേക്ക് പട്ടാമ്പിയിലേക്കുള്ള യാത്രയും, അല്ലെങ്കിൽ ഊട്ടി, കോയമ്പത്തൂർ തുടങ്ങിയ പല സ്ഥലങ്ങളിലേക്കും കാറിലാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ യാത്ര എനിക്ക് അന്ന് തന്നെ വളരെ ഇഷ്ടപ്പെട്ടൊരു എന്താ പറയുക, ഒരു എക്സസൈസ് മാതിരിയാണ് കണ്ടത്. അതിനുശേഷം ആണ് വായനയിൽ ഇടപെടുമ്പോൾ എസ്.കെ. പൊറ്റക്കാടിൻ്റെ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ച് ഉള്ളിലൊരു ചെറിയ ആഗ്രഹം തുടങ്ങുന്നത്, യാത്ര ചെയ്യാനുള്ള ആഗ്രഹം. പക്ഷെ അതിനുള്ള സാധ്യത ഉണ്ടായിരുന്നില്ല. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം 1996 ഒരു വിദേശയാത്ര നടത്തുന്നത്. വിദേശയാത്രയ്ക്ക് മുൻപ് ഞാൻ ഡൽഹിയിലുണ്ടായിരുന്നു. ഡൽഹിയിൽ യാത്ര ചെയ്തിട്ടുണ്ട്, നോർത്ത് ഇന്ത്യയിൽ യാത്ര ചെയ്തിട്ടുണ്ട്. ഈ നാട് വിട്ടു പോകുന്ന ഒരു യാത്ര അനുഭവം എന്ന് പറഞ്ഞാൽ അത് ആദ്യം നമ്മൾ മെൻ്റലി പ്രിപ്പയർ ആവുക എന്നുള്ള യാത്രയ്ക്ക്. അതായത് നമ്മുടെ സുരക്ഷിതത്വ ഒരിടത്ത് നിന്ന്, വീട് അല്ലെങ്കിൽ നാട്, ആ സൗകര്യങ്ങളിൽ നിന്ന് മാറിയിട്ട് ഒട്ടും പരിചയമില്ലാത്ത ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ മെൻ്റലി പ്രിപ്പയർ ആവുക എന്ന് പറഞ്ഞാൽ നമ്മൾ കാണാത്ത കാഴ്ചകൾ കാണാം, അല്ലെങ്കിൽ കാണാത്ത ഒരു അനുഭവം, നമ്മൾക്കറിയാത്ത ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ കാലാവസ്ഥ, പെരുമാറ്റം, ആൾക്കാർ കാണുന്നതിന് വ്യത്യാസമുണ്ട്. ആദ്യത്തെ എൻ്റെ യാത്ര ഗ്രീസിലേക്കായിരുന്നു. ആ യാത്രയിൽ തിരിച്ചറിയുന്നത് ഒരു പ്രദേശത്തിന്, ആ പ്രദേശത്തിൻ്റെ വെളിച്ചം, ആ പ്രദേശത്തെ മരങ്ങൾ, ആ പ്രദേശത്തെ ഭൂപ്രകൃതി, അത് നമ്മളെ അറിയാത്ത രീതിയിൽ സ്വാധീനിക്കും. പിന്നീടാണ് മനുഷ്യന്മാർ തമ്മിലുള്ള പെരുമാറ്റം. അപ്പോൾ അത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ സംസ്കാരങ്ങൾ തമ്മിലുള്ള വളരെ പ്രകടമായിട്ടുള്ള വ്യത്യാസമാണ് ആദ്യം ഞാൻ തിരിച്ചറിഞ്ഞത്. ഭക്ഷണ രീതി, പെരുമാറ്റ രീതി, ഭാഷ, അങ്ങനെ തുടങ്ങിയ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എനിക്കറിയാത്ത ഒരു മേഖലയാണ് ഞാൻ ഇടപെടുന്നത്. എൻ്റെ ഗ്രീസിലേക്കുള്ള യാത്രയിലെ എൻ്റെ ഒരു കൾച്ചറൽ ഷോക്ക് എന്ന് പറയുന്നത് അവിടുത്തെ മനുഷ്യന്മാരുടെ വസ്ത്രധാരണമായിരുന്നു. കാരണം അവർ വളരെ എത്രയോ വർഷങ്ങൾക്ക് മുൻപേ തന്നെ വ്യക്തി സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പോരാടിയ ഒരു ജനതയാണ് യൂറോപ്യൻസ്. 2 മഹായുദ്ധങ്ങളിലൂടെ കടന്നു പോയതിന് ശേഷം വ്യക്തി സ്വാതന്ത്ര്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് മനുഷ്യന്മാരുടെ വസ്ത്രധാരണം, ഉദാഹരണത്തിന് പ്രത്യേകിച്ച് സ്ത്രീകളുടെ വസ്ത്രധാരണമായിരിക്കും എന്നെ ആദ്യം പെട്ടെന്ന് ഒരു ചെറിയ അമ്പരപ്പുണ്ടാക്കിയത്. ചെറിയ മിനിസ്കേർട്ടോ, അല്ലെങ്കിൽ ചെറിയ ഷോർട്ട്സോ, അല്ലെങ്കിൽ ഒരു ചെറിയ ബ്ലൗസോ, ചിലപ്പോൾ ചെറിയ ലൂസായിട്ടുള്ള അതിൻ്റെ വസ്ത്രത്തിൻ്റെ താഴെ ചിലപ്പോൾ ബ്രാ വരെ ഉണ്ടാവില്ല. അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. അപ്പോൾ അതിലേക്ക് നോക്കുക, അവരുടെ ശരീരത്തിലേക്ക് നോക്കുക എന്ന് പറയുന്നത്, ഞാൻ മലയാളി എന്ന് പറയുന്ന ഒരു സംസ്കാരത്തിൽ നിന്ന് വന്ന ഒരാൾക്ക് പെട്ടെന്ന് ആ നോട്ടം ഒരു സങ്കോചം ഉണ്ടാക്കിയിരുന്നു. ക്രമേണ ഞാനത് ആക്സെപ്റ്റ് ചെയ്യും. ഞാൻ എന്നെ തന്നെ ഒന്ന് പുതുക്കി കാണാനുള്ള, എൻ്റെ കാഴ്ചയെ തന്നെ പുതുക്കി കാണാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ഞാൻ തിരിച്ചറിയുന്നത്. ഇത് എന്നെ സംബന്ധിച്ച് വലിയൊരു എഡ്യൂക്കേഷനാണ്, വലിയ ഒരു യൂണിവേഴ്സൽ എഡ്യൂക്കേഷൻ എന്ന് പറയേണ്ടി വരും. ഓരോ യാത്രകളിലും ഇത്തരം ചെറിയ ചെറിയ അനുഭവങ്ങളുണ്ടായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ ശരീരത്തിൻ്റെ നിറം, അതൊരു യൂറോപ്യൻ ഒരു സ്പേസിൽ വെച്ചിട്ട് ഞാൻ എന്നെ തന്നെ തിരിച്ചറിയുന്നത് ഒരു ഏഷ്യക്കാരൻ തന്നെയാണ് ഞാൻ. അതെങ്ങനെയാണെങ്കിലും മാറ്റാൻ പറ്റാത്തതാണ്. പക്ഷെ അവരുടെ എന്നോടുള്ള ഇടപെടൽ, മെജോറിറ്റി ആയിട്ടുള്ള ആൾക്കാരെ കുറിച്ച് ഞാൻ പറയുന്നത്, ഒരു മനുഷ്യനോട് ഇടപെടുന്ന മാതിരിയാണ് ഞാൻ അനുഭവിച്ചത്. അത് എന്നെ സംബന്ധിച്ചും പുതിയൊരു അറിവാണ്. ഇത് നമ്മുടെ നാട്ടിൽ മാത്രം നിന്നിട്ട് കിട്ടുന്ന ഒരു അറിവല്ല. പിന്നെ ഭക്ഷണ രീതിയാണ്. ഒരു പരിചയമില്ലാത്ത ഭക്ഷണങ്ങളായിരിക്കും കഴിക്കേണ്ടി വരുന്നത്. നമ്മളെ നാട്ടിലുള്ള ഊണോ, ഉച്ചക്കുള്ള ഊണോ, അല്ലെങ്കിൽ ഇഡ്ഡലി, ദോശ, അതൊക്കെ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ അവിടെ കിട്ടില്ല. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ എന്നെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ അറിയാത്തൊരു ഭക്ഷണം കഴിച്ച് ഞാൻ തന്നെ ശീലിക്കുക. പിന്നെ ഭാഷയാണ്. ഗ്രീക്ക് ഭാഷ ആദ്യമായിട്ട് കേട്ട സമയത്ത് എനിക്ക് ഒന്നും മനസ്സിലായിട്ടില്ല. പിന്നീട് ആ ഭാഷ പഠിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി ഞാൻ തന്നെ ഭാഷാ പഠന സഹായികളും, അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ചെറിയ വാക്കുകളുടെ അർത്ഥങ്ങൾ അന്വേഷിച്ച്, അല്ലെങ്കിൽ അത് എഴുതി പഠിച്ച്, അല്ലെങ്കിൽ അതിനുള്ള ചെറിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, NGOs ഒക്കെ നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അതായത് അഭയാർത്ഥികൾക്ക് വേണ്ടി നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ്. തിരിച്ച് നാട്ടിലെത്തുന്ന സമയത്ത് എവിടെയോ നമ്മൾ തമ്മിലുള്ള അന്തരം, അതായത് യൂറോപ്യൻ സെക്ടറായിട്ടുള്ള അന്തരവും തിരിച്ച് നാട്ടിലുള്ള അന്തരവും വളരെ പ്രകടമായിട്ട് ഞാൻ അനുഭവിക്കാറുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരാൾ സംസാരിക്കുന്ന സമയത്ത്, ഒരു കൂട്ടം സുഹൃത്തുക്കളോടിരുന്ന് സംസാരിക്കുന്ന സമയത്ത്, ഒരാൾ സംസാരിച്ചതിന് ശേഷമാണ് മറ്റുള്ളവർ സംസാരിക്കുന്നത്.
നമ്മളുടെ നാട്ടിൽ അത് നേരെ തിരിച്ചാണ്. ഒരാൾ സംസാരിക്കാൻ കൂടെ വേറൊരാൾ സംസാരിക്കും. ഇതൊക്കെ വളരെ വളരെ മൈന്യൂട്ടായിട്ടുള്ള ചില വിശദാംശങ്ങളാണ്. അതേസമയം നമ്മളൊരാളെ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്ത് ഭക്ഷണത്തിന് ഇൻവൈറ്റ് ചെയ്താൽ അവർ കയ്യും വീശി വരാറില്ല. അവരെന്തെങ്കിലും ഒരു ചെറിയ പ്രസൻ്റായിട്ടാണ് വരുന്നത്. അതും എന്നെ സംബന്ധിച്ചൊരു പുതിയ ശീലമാണ്. ഇത്തരം യാത്രയിലുള്ള ഒരുപാട് ചെറിയ ചെറിയ അനുഭവങ്ങളുടെ ഒരു 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 എന്താ പറയുക, ഒരു ഹിസ്റ്ററി തന്നെ ഓരോ യാത്രയിലും എനിക്ക് പറയാനുമുണ്ട്, ഞാൻ അനുഭവിച്ചതുണ്ട്. ഇതുപോലെ തന്നെ പരിചയമില്ലാത്ത സ്ഥലത്ത് പോയിട്ട് നമ്മൾ അകപ്പെട്ടു പോകുക എന്ന് പറയില്ല, അങ്ങനത്തെ ഒരു അനുഭവം എനിക്കുണ്ടായിരിക്കുന്നത് ഫ്രാൻസിൽ വെച്ചിട്ടാണ്. ഞാൻ ബുക്ക് ചെയ്ത ഫ്ലൈറ്റ് നേരം വൈകിയതുകൊണ്ട് അവർ വേറൊരു എയർലൈനിലാണ് എന്നെ കയറ്റി വിട്ടത്. പാരീസിലെത്തുമ്പോൾ എന്നെ കാത്തിരുന്ന ആൾ ഞാൻ വരുന്ന എയർലൈനിൻ്റെ എയർപോർട്ടിലല്ല സെക്ടറിലാണ് കാത്തിരുന്നത്. എന്നെ കാണാതെയാവുന്നു, എനിക്ക് ഇയാളെ കാണാതെയാവുന്നു. അപ്പം ഞാൻ വന്നിറങ്ങേണ്ടിയിരുന്നത് അലിറ്റാലിയയിലാണ്, എന്നെ കയറ്റി വിട്ടിരിക്കുന്നത് എയർ ഫ്രാൻസിലാണ്. ഇത് തമ്മിലുള്ള വ്യത്യാസം 1 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പോൾ ഇത് അന്വേഷിച്ച് പിടിക്കാൻ അർദ്ധരാത്രി 12 മണിയൊക്കെ ആയിട്ടുണ്ട്. ഞാൻ നടന്ന് പോകുന്ന കോറിഡോറിലൂടെ ഒരുപാട് മറ്റുള്ള പാസഞ്ചേഴ്സ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഞാനൊരു മലയാളം പറയുന്ന ഒരു ശബ്ദം കേട്ടപ്പോൾ ഞാൻ തിരിഞ്ഞു വന്ന് നോക്കുമ്പോൾ ഒരു യുവാവും ഒരു യുവതിയും കൂടെ ഒരു കുട്ടിയുണ്ട് ഒരു ട്രോളിയിൽ. ഞാൻ നിർത്തി അവരോട് സഹായം മലയാളത്തിൽ ചോദിച്ച സമയത്ത് അവരുടനെ ബ്രിട്ടീഷ് ഇംഗ്ലീഷിലാണ് മറുപടി പറഞ്ഞത്. കാരണം സഹായിക്കേണ്ട എന്നുള്ള ഒരു താല്പര്യത്തിലായിരിക്കണം ഒരു ഭാഷ മാറ്റിയത്. പിന്നെ അവരെ ഞാൻ ഒഴിവാക്കി. മേ ഐ ഹെൽപ്പ് യു എന്ന് പറയുന്ന ഒരു കൗണ്ടറിൽ ചെന്നു. അവിടെ ചെന്ന് അന്വേഷിക്കുമ്പോൾ അവിടെ ഒരു യുവതിയും ഫ്രഞ്ചുകാരാണ്. രണ്ടുപേരും തൊട്ടടുത്ത് പരസ്പരം ഇരുന്നിട്ട്, അന്ന് മൊബൈൽ ഇറങ്ങിയ കാലമാണ്, 2000-ലാണ് ഞാൻ പോകുന്നത്. മൊബൈലിൽ രണ്ടുപേരും അങ്ങോട്ടും മെസ്സേജ് അയച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ എന്നോട് ചോദിച്ചു, പാർലി ഡു ഫ്രാൻസ് എന്ന് ചോദിച്ചു. അതിന് ഡു യു സ്പീക്ക് ഫ്രഞ്ച്? അപ്പോൾ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഫ്രഞ്ച് അറിയില്ല, എനിക്ക് ഇംഗ്ലീഷ് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ പറഞ്ഞു വന്നു, ഇന്ന സ്ഥലത്ത് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് അവർ വീണ്ടും മെസ്സേജ് അയക്കുന്ന വിനോദങ്ങളിൽ ഏർപ്പെട്ടു. അവസാനം നടന്ന് വഴി തെറ്റി വേറെ സെക്ടറിലെത്തി. അവിടുന്ന് അന്വേഷിച്ച് പിടിച്ചിട്ടാണ് ഞാൻ എന്നെ കാത്തിരിക്കുന്ന ഈ സുഹൃത്തിനെ കണ്ടത്. 2 തവണ എൻ്റെ യാത്രയിൽ എൻ്റെ ബാഗ് ഫുള്ളായിട്ട് നഷ്ടപ്പെട്ടിരുന്നു. 2ഉം കിട്ടിയില്ല. പക്ഷേ ആദ്യമായിട്ടുള്ള അനുഭവമാകുമ്പോൾ എന്ത് ചെയ്യണം എന്ന് അന്വേഷിച്ച് എയർപോർട്ടിൽ കറങ്ങി നടക്കുമ്പോൾ അവിടുത്തെ ഒരു സ്റ്റാഫാണ് പറഞ്ഞത്, നിങ്ങൾ ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് ലഗേജ് എന്ന് പറയുന്നൊരു സെക്ഷൻ ഉണ്ട്, അവിടെ ചെന്ന് പരാതി പറഞ്ഞാൽ അവർ ഫോം ഫില്ലപ്പ് ചെയ്യാൻ തരും. ആ ഫോം ഫില്ലപ്പ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഫോൺ നമ്പറും കൊടുത്ത് അഡ്രസ്സും കൊടുത്താൽ അവർ ബാഗ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ അഡ്രസ്സിൽ എത്തിക്കുന്നു. യൂറോപ്പിലെ എൻ്റെ യാത്രയിൽ ഞാൻ ഫ്രാൻസിലും പോയിട്ടുണ്ട്, താമസിച്ചിട്ടുണ്ട്, ഇറ്റലിയിലുണ്ടായിരുന്നു, ജർമ്മനിയിലുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചിരിക്കുന്നത് ഗ്രീസിലാണ്. ഈ ഏഷ്യൻ വംശജനായിട്ടുള്ള ഞാൻ, ഇന്ത്യക്കാരനായിട്ടുള്ള ഞാൻ, ഈ കളറിൻ്റെ വ്യത്യാസം എനിക്കുണ്ട്, ശരീരത്തിലുണ്ട്, പിന്നെ എൻ്റെ രൂപത്തിലുണ്ട്. അപ്പോൾ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ വംശീയ വെറി ഉള്ള ആൾക്കാരാണ് യൂറോപ്യൻസ്. വംശവെറി ഞാൻ നേരിട്ട് അനുഭവിച്ചിട്ടില്ല, പക്ഷെ വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് അനുഭവിച്ചിട്ടുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു ഡിന്നർ പാർട്ടിയിൽ, ഗ്രീസിൽ വെച്ചുള്ള ഒരു ഡിന്നർ പാർട്ടിയിൽ പലരും ഉണ്ട്. സ്വിറ്റ്സർലാൻഡുകാരുണ്ട്, ജർമ്മൻകാരുണ്ട്, ഗ്രീക്കുകാരുണ്ട്, ഒരു ഇംഗ്ലീഷുകാരുണ്ട്. അപ്പോൾ അതിലൊരു ജർമ്മൻ സ്ത്രീ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ്, ജോൺസ് എവിടെ നിന്നാണ് വരുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്ത്യയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ അവരുടെ വീട്ടിൽ ഒരു സഹായത്തിന് വേണ്ടിയിട്ട്, ഒരു ഹോംവർക്കിന് വേണ്ടിയിട്ട് ശ്രീലങ്കയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു യുവാവുണ്ട്. അയാൾ കുറേ ദിവസമായിട്ട് മാനസികമായിട്ട് ഡിപ്രസ്ഡാണ്. കാരണം ഭാഷ പഠിച്ചു വരുന്നേ ഉള്ളൂ, പിന്നെ നാട്ടിലെ ബന്ധങ്ങളൊക്കെ നഷ്ടപ്പെട്ടതിൻ്റെ സങ്കടം. അയാൾ സംസാരിക്കുന്നില്ല. അപ്പോൾ ഞാൻ അവിടെ വന്നിട്ട് ഇദ്ദേഹത്തോട് സംസാരിക്കണം. അത് എന്നെ സംബന്ധിച്ച് തെറ്റായിട്ടുള്ളൊരു സമീപനമാണ്. ഒരു മനുഷ്യനെ സഹായിക്കാത്തതുകൊണ്ടല്ല, സഹായിക്കുന്നതിൽ എനിക്ക് മടിയുമില്ല. പക്ഷേ ഇത് എന്നെ തന്നെ കണ്ടുപിടിച്ച് അവരെ വീട്ടിലേക്ക് കൊണ്ടുവന്ന്, ഈ ശ്രീലങ്കക്കാരനായിട്ട് ഞാൻ ഇംഗ്ലീഷ് തന്നെ സംസാരിക്കേണ്ടി വരും, എനിക്ക് തമിഴൊന്നും അറിയില്ല. അപ്പോൾ അത് പറയാനുള്ള അവരുടെ ഒരു സമീപനം, അതൊരു ചെറിയ വംശീയത അതിൽ ചെറുതായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ചെയ്യേണ്ടത് ഞാനല്ല വരേണ്ടത്, ഒരു ശ്രീലങ്കക്കാരനെ തന്നെ കണ്ടുപിടിച്ച് അദ്ദേഹത്തെ പരിചയപ്പെടുത്തി അവരുമായിട്ട് സംസാരിച്ച് അവൻ്റെ ഇപ്പോഴുള്ള മാനസിക ഡിപ്രഷൻ മാറ്റാൻ പറ്റും. അങ്ങനെയാണ് ഞാൻ ആ വംശീയതയെ ഞാൻ കാണുന്നത്. വേറൊരു സമയത്തൊരു യാത്രയിൽ, അതും ആഥൻസിൽ വെച്ചിട്ടാണ്, ഒരു ബസ്സിൽ ആണ് ഞാൻ യാത്ര ചെയ്യുന്നത്, ലോക്കൽ സർക്കാർ ബസ്സിൽ. ബസ് മിക്കവാറും കാലിയാണ്, കുറച്ച് സീറ്റുകളുണ്ട്, അതിൽ കുറച്ച് സീറ്റുകളിൽ ആൾക്കാർ ഇരിക്കുന്നുണ്ട്.
ഒരു സ്റ്റോപ്പിൽ വെച്ചിട്ട് ഒരു ആഫ്രിക്കൻ വംശജൻ കയറി. അയാൾ ടിക്കറ്റ് പഞ്ച് ചെയ്തു. ബസ്സിലൊന്നും കണ്ടക്ടേഴ്സ് ഇല്ല, അവിടെയൊക്കെ പഞ്ചിങ് സിസ്റ്റമാണ്. നമ്മൾ ടിക്കറ്റ് പുറത്തുനിന്ന് വാങ്ങണം. അകത്ത് കയറിയ ഉടനെ പഞ്ചിങ് മെഷീനിലിട്ട് പഞ്ച് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ഇരിക്കണം. അപ്പോൾ പഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു പ്രായമുള്ളൊരു സ്ത്രീയുടെ അടുത്താണ് പോയിരുന്നത്. അപ്പോൾ ഈ സ്ത്രീ ഉടനെ തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് നിൽക്കുക, കമ്പി പിടിച്ച് നിൽക്കുന്നു. അപ്പോൾ എനിക്കൊരു കൗതുകം തോന്നി. എന്താ, ചിലപ്പോൾ ആ സ്ത്രീ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങാനായിരിക്കാം. അങ്ങനെ ഞാൻ അവരെ തന്നെ വീക്ഷിച്ചു നിന്നു. അവർ 4 സ്റ്റോപ്പ് കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത്. ഇത് പ്രത്യക്ഷത്തിൽ ഒന്നും തോന്നില്ല, പക്ഷേ ഇതിലും ഈ ആഫ്രിക്കക്കാരൻ്റെ കൂടെ ഇരിക്കാൻ അവർക്ക് മനസ്സില്ല എന്നതാണ് ഞാൻ തിരിച്ചറിഞ്ഞത്. വേറൊരു സമയത്ത് ജർമ്മനിയിൽ വെച്ചിട്ട് എനിക്ക് കൊളോണിൽ വെച്ചിട്ട് വഴി തെറ്റി ഒരു സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് പോവാണ്. അഡ്രസ്സ് എൻ്റെ കയ്യിൽ. പക്ഷെ പലരോടും ചോദിച്ചു, പലരും പല വഴികളും പറഞ്ഞു. ഒരു സന്ദർഭത്തിൽ ഒരു സ്ത്രീ എൻ്റെ നേരെ നടന്നു വരുന്നുണ്ട്. ഏകദേശം ഒരു 7:30 മണി, ഇരുട്ടായിട്ടില്ല, നല്ല വെളിച്ചമുണ്ട് അവിടെ. വേനൽക്കാലത്ത് അവിടെ സൂര്യൻ അസ്തമിക്കുന്ന 9 മണിക്ക് ശേഷമാണ്. അപ്പം നല്ല വെളിച്ചമുണ്ട്. അപ്പോൾ ഇവരെ അടുത്തേക്ക് ഞാൻ ചെന്നിട്ട് ചോദിക്കാൻ നിൽക്കുമ്പോഴേക്കും അവരുടെ ബാഗ് മാറോട് അടുക്കി പിടിച്ചിട്ട് വളരെ സ്പീഡിൽ നടന്നുപോയി. ഞാൻ കൂടുതൽ വിഷ്വൽ ലാംഗ്വേജിലാണ് വർക്ക് ചെയ്തത്. ഞാൻ ചിത്രകല ആണ് പഠിച്ചിരിക്കുന്നത്, ചിത്രവും ശില്പവും. ഇപ്പോൾ പണ്ട് 96 മുതലുള്ള യാത്രയിൽ ഞാൻ ഫോട്ടോസ് എടുക്കാറുണ്ട്. എൻ്റെ കയ്യിലുണ്ടായിരുന്ന അവൈലബിൾ ചെറിയ ക്യാമറ വെച്ചിട്ട് എടുക്കാറുണ്ടായിരുന്നു. അതിനുശേഷം ക്യാമറ മാറ്റിയെങ്കിലും ഈ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് എനിക്ക് എപ്പോഴും താല്പര്യമുള്ളൊരു ഏരിയ ആയിരുന്നു. വർഷങ്ങൾക്ക് ശേഷമാണ് 2016 മറ്റോ ആണ് ഞാൻ എഴുത്ത് എന്ന മേഖലയിലേക്ക് ഇടപെടുന്നത്. അപ്പോൾ അന്ന് യാത്ര ചെയ്ത സ്ഥലങ്ങൾ അല്ലെങ്കിൽ അനുഭവങ്ങളെ കുറിച്ച് എഴുതുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. പക്ഷെ അതിന് നോട്ട്സ് എന്ന് പറയുന്ന രീതിയിൽ എൻ്റെ അടുത്തില്ല. പക്ഷേ ചെറിയ ഡയറി കുറിപ്പ് എഴുതുന്ന ചെറിയ സ്വഭാവം എനിക്കുണ്ടായിരുന്നു. ചെറിയ കാര്യങ്ങൾ, ചെറിയ വൺ ലൈൻ അല്ലെങ്കിൽ 2 ലൈൻ. അപ്പോൾ അത് വെച്ചിട്ടാണ് തുടങ്ങുന്നത്. പിന്നീട് അന്നെടുത്ത ഫോട്ടോഗ്രാഫിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോഴാണ് അന്ന് നടന്ന കാര്യങ്ങൾ, അന്ന് ചെയ്ത കാര്യങ്ങൾ, അന്ന് ആരൊക്കെ ഉണ്ടായിരുന്നു കൂടെ, എവിടേക്കാണ് പോയത്, എന്ത് ഭക്ഷണമാണ് കഴിച്ചത്, അതെല്ലാം എൻ്റെ ഓർമ്മയിൽ കയറുന്നു. അതിനെ ബേസ് ചെയ്തിട്ടാണ് എൻ്റെ എഴുത്ത് വരുന്നത്. ഫോട്ടോഗ്രാഫി ഞാൻ കാണുന്നത്, യാത്രയിൽ പ്രത്യേകിച്ചും ഫോട്ടോഗ്രാഫ് എടുത്തു വെക്കുന്നത് ഒരു നല്ല അനുഭവമാണ്. വല്ലപ്പോഴെങ്കിലും തിരിഞ്ഞു നോക്കുമ്പോഴാണ്, അല്ല ഫോട്ടോയിലേക്ക് നോക്കുമ്പോഴാണ് നമ്മൾ ഈ വഴിയിലൂടെ പോയി ഇന്നത് കണ്ടിരുന്നു, അല്ല ഇന്ന ആൾക്കാരെ പരിചയപ്പെട്ടിരുന്നു, ഇന്ന അനുഭവങ്ങളുണ്ടായിരുന്നു എന്നുള്ളൊരു ഓർമ്മ വരുന്നത്. അതൊരു ഡോക്യുമെൻറ്റും കൂടിയാണ് ഫോട്ടോഗ്രാഫി. അപ്പോൾ ഈ യാത്രകളിലൊക്കെ എൻ്റെ ഒരു താല്പര്യം എന്ന് പറഞ്ഞാൽ അവിടുത്തെ മ്യൂസിയം വിസിറ്റ് ചെയ്യാനാണ് എൻ്റെ ഫസ്റ്റത്തെ ഒരു ചോയ്സ്. അത് എന്തിനാണ് മ്യൂസിയം വിസിറ്റ് ചെയ്യുന്നത് വെച്ചാൽ, ഒരു മ്യൂസിയത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് ആ നാട്ടിൻ്റെ ജനതയുടെ സംസ്കാരത്തിൻ്റെ ഒരു തെളിവുകൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു രേഖകൾ നമുക്ക് കിട്ടും, ചരിത്ര രേഖകൾ. അത് താല്പര്യമുള്ള ആൾക്കാർക്ക് മാത്രമാണ് അത് മ്യൂസിയം വിസിറ്റ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായിരിക്കുള്ളൂ. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന തിമോത്തി എന്ന് പറയുന്ന ഈ ജർമ്മൻ സുഹൃത്തിന് മ്യൂസിയം എന്ന് കേട്ട അലർജിയാണ്. ഇത് എന്താ കാരണം എന്ന് എനിക്കറിയില്ല. ഞാനപ്പോൾ അദ്ദേഹത്തെ ഒരുപാട് നിർബന്ധിച്ചു. അദ്ദേഹം മ്യൂസിയത്തിന് പുറത്ത് നിൽക്കും, ഞാൻ അകത്ത് കയറിയിട്ട് മുഴുവൻ കാണും. അതിനുശേഷം ഞങ്ങൾ ഇന്ന സ്ഥലത്ത് ഇന്ന കോഫി ഷോപ്പിൽ വെച്ച് മീറ്റ് ചെയ്യാന്ന് പറയുന്നു. അങ്ങനെയാണ് കാണാറ്. അങ്ങനെയാണ് ഞാൻ ജർമ്മനിയിൽ പല ബെർലിനിലെ മ്യൂസിയങ്ങളും അല്ലെങ്കിൽ കൊളോണിലെ മ്യൂസിയങ്ങളും ഫ്രാങ്ക്ഫർട്ടിലെ മ്യൂസിയങ്ങളും എല്ലാം വിസിറ്റ് ചെയ്തത്. ഇത് തന്നെയാണ് ആഥൻസിൽ പഴയകാല ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്, കണ്ടമായ സ്ഥലങ്ങളുണ്ട്. പക്ഷേ ഇത് മുഴുവൻ കാണാമെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് സമയം വേണം, പിന്നെ അതുമല്ല കയ്യിൽ പണവും വേണം. അപ്പോൾ അത്ര പണമില്ലാത്ത ഒരു യാത്രയാണ് ഞാൻ ചെയ്യുന്നത്. വളരെ ബഡ്ജറ്റ് ട്രാവലറാണ്. പിന്നെ കൂടുതലും എൻ്റെ സുഹൃത്തുക്കളുടെ പണം വെച്ചിട്ടാണ് എൻ്റെ യാത്ര മുഴുവൻ. അവരുടെ സഹായത്തിലാണ് എൻ്റെ യാത്ര. ഈ യാത്രകളിൽ ആദ്യം കാണുന്നത് ഒരു ഹിസ്റ്റോറിക്കൽ സൈറ്റാണ്, അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ മോണ്യുമെൻ്റാണ്. അതിലാകെ എനിക്ക് കാണാൻ വളരെ നേരം വൈകിയ ഒരു സ്ഥലം എന്ന് പറയുന്നത് അക്രോപോളിസാണ്. പാർത്തിനോൺ എന്ന് പറയുന്ന പഴയ അഥീന ദേവിയുടെ ടെമ്പിൾ. അത് കാണാൻ പറ്റാത്തത് കൊണ്ടല്ല, കാണാൻ ഒരുപാട് സന്ദർഭമുണ്ടായിരുന്നു എനിക്ക്. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ ടിക്കറ്റിൻ്റെ വില കേട്ടിട്ട് ഞാൻ ഒന്ന് ഞെട്ടാറുണ്ട്. കാരണം എൻ്റെ കയ്യിൽ അത്ര പണം ഉണ്ടാവില്ല. അപ്പോൾ അത് കടം ചോദിക്കാനുള്ള ഒരു ടെൻഡൻസി എനിക്കില്ല, കടം ചോദിച്ച് വാങ്ങണ്ട എന്നുള്ള. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം 4 വർഷങ്ങൾക്ക് മുൻപാണ് എൻ്റെ എൻ്റെ ബ്രദറുടെ മകള് റോമിൽ പോയി പഠിച്ച് തിരിച്ചു വന്നതിന് ശേഷം അവിടെ കയ്യിൽ കാർഡ് ഉണ്ടായിരുന്നു. ആ കാർഡിൽ കുറച്ച് പണം ഉണ്ടായിരുന്നു. ആ കാർഡ് വെച്ചിട്ടാണ് ഞാൻ കയറി കാണുന്നത്. അന്ന് അതിന് 20 യൂറോ ആണ് ടിക്കറ്റ് വില. അതായത് 2750 രൂപേൻ്റെ അടുത്ത്, 2700 രൂപേൻ്റെ അടുത്ത് വരും. അത് കണ്ടു. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഹിസ്റ്റോറിക്കൽ മോണ്യുമെൻ്റ് കാണാൻ ആഗ്രഹമുള്ള മോണ്യുമെൻ്റ് പിന്നീടും കാണാം.
ഇതുപോലെ തന്നെയാണ് റോമിലെ വത്തിക്കാനിലെ മ്യൂസിയം കാണാനുള്ള ഒരു ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് എൻ്റെ ഒരു സുഹൃത്ത് വീട് വിറ്റ പണം ഞാൻ അദ്ദേഹത്തിന് ഒരുപാട് ഉപകാരം ചെയ്തുകൊണ്ട് അദ്ദേഹം എനിക്കൊരു ഓഫറായിട്ടാണ് തന്നത്. എന്നാൽ റോം പോവാം, മ്യൂസിയം കാണാം. അങ്ങനെയാണ് മ്യൂസിയം കണ്ടത്. ഹിസ്റ്റോറിക്കൽ മ്യൂസിയം കാണുക എന്ന് പറയുന്നത് സാധാരണ രീതിയിലുള്ള ഒരു ട്രാവലർക്ക് അത് അത്ര നിർബന്ധമായിട്ട് തോന്നാറില്ല. അവിടെ ഒരു അപൂർവം ആൾക്കാരാണ് അത് കാണുന്നത്. പക്ഷെ പോപ്പുലർ ആയിട്ടുള്ള ടൂറിസ്റ്റ് സ്പോട്ടുകൾ കാണും. അക്രോപോളിസൊക്കെ അതിൽ പെട്ടതാണ്. അല്ലാതെ കുറേ സ്ഥലങ്ങളുണ്ട്. കെരാമിക്കോസ് എന്ന് പറയുന്ന പ്രസിദ്ധമായിട്ടുള്ള സ്ഥലമുണ്ട് ഗ്രീസിലെ പ്ലാക്ക, അല്ലെങ്കിൽ റോമൻ നഗരം. പണ്ട് BC-യിലൊക്കെ ഉണ്ടായിരുന്ന നഗരം, BC-യിലുണ്ടായിരുന്ന മാർക്കറ്റൊക്കെ ഉണ്ട് അവിടെ. അതിൻ്റെയൊക്കെ സ്ട്രക്ചേഴ്സ് ഉണ്ട്. പക്ഷെ അത് പലരും അവോയ്ഡ് ചെയ്തിട്ട് അതിൻ്റെ തൊട്ടടുത്തുള്ള കഫേകളിലോ ബിയർ പാർലറിലോ ഇരുന്ന് ബിയർ കഴിച്ചിട്ട് തിരിച്ചു പോകില്ല. അല്ലെങ്കിൽ പിന്നെ ഉള്ളത് വിനോദസഞ്ചാരം എന്ന് പറഞ്ഞാൽ ബീച്ചാണ്. ഗ്രീസിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച വസ്തു എന്ന് പറയുന്നത് നീല കടലാണ്. ഏജിയൻ കടലുണ്ട്, മെഡിറ്ററേനിയൻ ഉണ്ട്. അപ്പം മിക്കവാറും അവിടുത്തെ ദ്വീപുകളിൽ താമസിച്ച് അവിടെ മുറി വാടകയ്ക്കെടുത്ത് വീട് വാടകയ്ക്കെടുത്ത് ബീച്ചിൽ പോയി നീന്തി തുടിച്ച് രാത്രിയാകുമ്പോൾ ബാറിൽ പോയി തിരിച്ചു പോകുന്ന ടൂറിസ്റ്റുകളാണ് കൂടുതലുള്ളത്. ഞാനത് കുറച്ച് വ്യത്യസ്തരാണ്. ബീച്ചൊക്കെ എനിക്ക് ഇഷ്ടമാണ്, നീന്താൻ പോകുന്ന ഇഷ്ടമാണ്. പക്ഷേ വേറൊരു സംസ്കാരത്തെ തിരിച്ചറിയണമെങ്കിൽ നിങ്ങൾ മ്യൂസിയങ്ങൾ സന്ദർശിക്കണം, പുരാതന മോണ്യുമെന്റ്സ് കാണണം. പിന്നെ ഉള്ളത് അവിടുത്തെ ജനങ്ങളുമായിട്ട് ഏതെങ്കിലും രീതിയിൽ സംവദിക്കാൻ പറ്റണം. അല്ലെങ്കിൽ നമുക്ക് അറിയാത്ത കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. അതും കൂടിയുണ്ട്. നമ്മുടെ യാത്രയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സഹായം ചെയ്യുന്നത് പരിചയമില്ലാത്ത ആൾക്കാരെ കയറി പരിചയപ്പെട്ടില്ല. സന്ദർഭം ഉണ്ടെങ്കിൽ അവരോട് സംസാരിക്കുക. എന്തെങ്കിലും 2 കാര്യം മതി, അല്ലെങ്കിൽ 3 കാര്യം, എന്തെങ്കിലും ഒരു പുതിയ അറിവ് കിട്ടും. ഈ വിദേശ യാത്രകളിലൂടെ ഞാൻ വേറൊരു കാര്യം തിരിച്ചറിഞ്ഞത് അല്ലെങ്കിൽ പഠിച്ചെന്ന് വെച്ചാൽ, ഒരു വ്യക്തിയെ പരിചയപ്പെടുമ്പോൾ, ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു സൗഹൃദ വലയത്തെ പരിചയപ്പെടുമ്പോൾ, പ്രത്യേകിച്ച് ഡിന്നർ സമയത്തായിരിക്കും അല്ലെങ്കിൽ ഒരാളുടെ വീട് സന്ദർശനത്തിന് ഭാഗമായിട്ടായിരിക്കും പരിചയപ്പെടുന്ന സമയത്ത് അവർ നമ്മളുടെ പേര് മാത്രമേ ചോദിക്കുള്ളൂ. അതിനുശേഷം ഒന്നുമില്ല. വേണമെങ്കിൽ ഒരു ചോദ്യം ചോദിക്കുന്നു, ഇന്ത്യ എന്നാണോ അല്ലെങ്കിൽ വേറെ എവിടെ നിന്നാണോ, നമ്മുടെ വരുന്ന രാജ്യത്തെക്കുറിച്ച് ചോദിക്കും. പിന്നീട് വ്യക്തിപരമായിട്ടുള്ള ഒരു ചോദ്യമില്ല. ഉദാഹരണത്തിന് ഒരു മലയാളിയെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ആദ്യം പേര് ചോദിച്ചതിന് ശേഷം നിങ്ങൾ എന്താ ചെയ്യുന്നത്, അപ്പോൾ നമ്മുടെ ജോലിയെക്കുറിച്ചുള്ള ഒരു ധാരണ കിട്ടും. അതിനുശേഷം ചോദിക്കും ശമ്പളമൊക്കെ ഉണ്ടാവൂലേ, അതും ചോദിക്കും. അതിനുശേഷം പിന്നെ നമ്മുടെ കുടുംബത്തിൻ്റെ ഡീറ്റെയിലൊക്കെ, കല്യാണം കഴിച്ചാണോ, ഭാര്യ എന്താ ചെയ്യുന്നത്, കുട്ടികൾ. ഇത് അറിഞ്ഞിട്ട് എന്താണ് അയാൾക്ക് കാര്യം എന്ന് എനിക്ക് ഇതുവരെ പിടിയിട്ടില്ല. എന്തിനാണ് ഇത് ചോദിക്കുന്നത് മനസ്സിലായില്ല. ഇത്തരം ഒരു പേഴ്സണൽ ചോദ്യങ്ങളും യൂറോപ്യൻസിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. കേൾക്കാത്തതുകൊണ്ട് ആദ്യ വർഷങ്ങളിൽ ആദ്യമായിട്ട് യൂറോപ്പിൽ പോയ സമയത്ത് എന്തുകൊണ്ടാണ് അവർ ചോദിക്കാത്തത് എന്ന് ആലോചിച്ച് ഞാൻ കുറച്ച് വിഷമിച്ചു. കാരണം ഞാനത് ശീലിച്ച് വന്ന ഒരാളായിരുന്നു. നമ്മളത് കേട്ട് തഴകിയത് കൊണ്ട് എൻ്റെ പേര് മാത്രമല്ലേ ചോദിച്ചുള്ളൂ, ഞാൻ എന്താ ചെയ്യുന്നത് ചോദിച്ചിട്ടുണ്ടല്ലോ, ഞാൻ ആർട്ടിസ്റ്റാന്നൊരു ചോദിച്ചിട്ടുണ്ടല്ലോ. അങ്ങനത്തെ ചില നമ്മൾ എന്താ പറയുക, അറിയാതെ നമ്മൾ ഇൻബിൽറ്റ് ചെയ്തിരിക്കുന്ന, ക്യാരി ഫോർവേഡ് ചെയ്തിരിക്കുന്ന അനാവശ്യ ചോദ്യങ്ങളുടെ ഒരു ബഞ്ചാണ് ആയിട്ടാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. ക്രമേണ അത് മനസ്സിലാവുന്നു. അതിൻ്റെ ആവശ്യമില്ല, ഒന്നും ചോദിക്കേണ്ട കാര്യമില്ല, നിങ്ങളുടെ പേര് മാത്രം ചോദിച്ചാൽ മതി. പിന്നീട് ഒരു സന്ദർഭം വരുമ്പോഴാണ് നിങ്ങൾ ആർട്ടിസ്റ്റാണല്ലേ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് അവർ ചോദിക്കുക, എന്ത് തരം കല്യാണം ചെയ്യുന്നത്, എന്താണ് നിങ്ങളുടെ ശൈലി, അല്ലാതെ ഒരു പേഴ്സണൽ ഡീറ്റെയിലേക്കും അവർ ചോദിക്കാറില്ല. പിന്നെ വേറൊരു അനുഭവം എന്ന് വെച്ചാൽ, ഒരു യാത്ര ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും സ്ഥലം ഉച്ച നേരത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറി. ചെറിയൊരു പഴയ കാലത്തുള്ള ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു അണ്ടർഗ്രൗണ്ടിലുള്ള ഒരു തവേണയാണ്. പലർക്കും അത് അറിയില്ല ഈ സ്ഥലം. അവിടെ ടേബിൾ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അവിടെ കുറച്ച് നേരം കാത്തു നിന്ന് എനിക്കൊരു ടേബിൾ കിട്ടി. ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് ഒറ്റയ്ക്ക് മാത്രം ഇരുന്ന് കഴിക്കുന്ന ഒരു ചെറിയ 2 പേർക്ക് ഇരിക്കുന്ന ഒരു ടേബിളാണ്. അവിടെ ഭക്ഷണം കഴിക്കാൻ പോയി കഴിഞ്ഞാൽ, റെസ്റ്റോറൻറ്റിൽ പോയി കഴിഞ്ഞാൽ പരിചയമില്ലാത്ത ഒരാളുടെ കൂടെ നമ്മൾ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാൻ അവർക്കും ഇഷ്ടമല്ല, അവിടെ ഇരിക്കുന്ന ആൾക്കും ഇഷ്ടമല്ല. നമ്മൾ വെയിറ്റ് ചെയ്യണം. നമുക്കതായിട്ടുള്ള ടേബിൾ കിട്ടിയതിന് ശേഷം മാത്രമേ അതിനകത്ത് കയറി കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്തതിന് ശേഷം എനിക്ക് ഈ ടേബിൾ കിട്ടി. ഞാനിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഗ്രീക്ക് ഒരു പൗരൻ വന്ന്, അയാൾ ഒറ്റയ്ക്കാണ് വന്നിരിക്കുന്നത്. അയാൾ എൻ്റെ അടുത്ത് ഇരിക്കട്ടെ എന്ന് അനുവാദം ചോദിക്കുന്നു. അതൊരു സാമാന്യ മര്യാദയാണ് അവിടുത്തെ. കാരണം ഞാൻ ഭക്ഷണം കഴിക്കുന്ന ടേബിളിൽ അയാൾ വന്നിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ ഡിസ്റ്റർബ്ഡ് ആവുമോ എന്നുള്ള ഒരു പൊളൈറ്റ് ആയിട്ടുള്ള ഒരു മര്യാദയാണ്. ഞാൻ പറയും എനിക്ക് പ്രോബ്ലം ഇല്ല. അയാൾ വന്നിരുന്നു. പിന്നീട് ഞങ്ങൾ തമ്മിൽ സംഭാഷണം എവിടെ വെച്ച് തുടങ്ങി. ഈ തവേർണിനെ കുറിച്ചും ഭക്ഷണത്തെക്കുറിച്ചും പറഞ്ഞു വന്നപ്പോൾ
ആ അണ്ടർഗ്രൗണ്ട് താവേർണയിൽ ഗോഡ് ഫാദർ എന്ന് പറഞ്ഞ സിനിമ എടുത്ത ഫ്രാൻസിസ് കപ്പോളോ വന്ന് കഴിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു അദ്ദേഹം. ഞാനത് ആദ്യം കേട്ടപ്പോൾ എനിക്കത് വിശ്വാസം വന്നില്ല. കാരണം അങ്ങനത്തെ ഒരു അന്തരീക്ഷമല്ല ഈ താവേർണ. വളരെ സാധാരണക്കാരായിട്ടുള്ള തൊഴിലാളികളും തൊട്ടടുത്തുള്ള ഓഫീസിൽ പണിയെടുക്കുന്ന ജോലിക്കാരൊക്കെ വന്ന് കഴിച്ച് പോകുന്നൊരു സ്ഥലം. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഫുഡ് അവിടെ ഉള്ളൂ, പിന്നെ അവിടുത്തെ ലോക്കൽ വൈനും. അപ്പോൾ ഞാൻ പറഞ്ഞു അത് ഏത് വർഷമാണ് വന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മൊബൈൽ എടുത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ഫോട്ടോ, ഇയാളാണ് ഫോട്ടോ എടുത്തിരിക്കുന്നത്, ആ ഫോട്ടോ എനിക്ക് കാണിച്ചു തന്നു. അത് അത്ഭുതപ്പെടുത്തുന്ന ഒരു അനുഭവമായിരുന്നു. ഒരു പരിചയമില്ലാത്ത ഒരു നാട്ടിൽ ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ആളുടെ അടുത്ത് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ശീലമില്ലാത്ത ഒരു സമൂഹത്തിൽ ഒരു മനുഷ്യൻ വന്ന് എൻ്റെ അടുത്തിരുന്ന് സംസാരിച്ച് ഭക്ഷണം കഴിച്ച് അയാളുടെ ഒരു പേഴ്സണലായിട്ടുള്ള ഒരു അനുഭവമാണ് അയാൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു മനുഷ്യബന്ധം സാധ്യമാണ് എന്നാണ് ആ അനുഭവത്തിലൂടെ ഞാൻ തിരിച്ചറിഞ്ഞത്.